ഗൈസ് നമുക്കൊന്നൊരു പാനിപൂരി കഴിക്കാൻ പോയാലോ? ഞാൻ ഓൾറെഡി ഒരു പാനിപൂരി ലവറാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ. ഞാൻ ആദ്യം ഇവിടെ വന്നപ്പോൾ ഇവിടെ പാനിപൂരി സെറ്റ് ആയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പൊ ഞാനൊന്ന് കറങ്ങിയിട്ട് വന്നപ്പോൾ വേറൊരു സാധനം കുടിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോ പുറകെ വരുന്നതായിരിക്കും. ഇപ്പൊ നിങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കും എപ്പോ വീഡിയോ നോക്കിയാൽ ഈ ഒരു ടോപ്പ് മാത്രമേ ഉള്ളൂ എന്ന്. മനഃപൂർവ്വമല്ല, ആക്സിഡന്റിൽ സംഭവിച്ചു വന്നതാണ്. പിന്നെ പറയാതിരിക്കാൻ വല്ല സുടുസുടാ പാനിപൂരി ആയിരുന്നേ. അതിന്റെ സൈഡിൽ തന്നെ കാബജിക്കുള്ളതും മുളക് ബജിക്കുള്ളതും പിന്നെ കോളിഫ്ലവർ ഫ്രൈക്കുള്ളതും പിന്നെ ചന്ന മസാലയ്ക്കുള്ളതും എല്ലാം റെഡി ആവുന്നുണ്ടായിരുന്നേ. ഇതുവരെ കഴിച്ചു വെച്ചിട്ട് ഇത്രയും ചുടുചുടാനുള്ള പാനിപൂരി ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ ആ ചേച്ചിയോട് ഇത് കൊള്ളാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ. എന്റെ ഓൺ വോയിസ് റിയാക്ഷൻ പറയുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് ചേട്ടാ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഭക്തിഗാനവും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നേ. എന്റെ തീറ്റ കണ്ടിട്ട് പ്രവീണേട്ടൻ ഓടിച്ചാടി വന്ന് എന്റെ പാനിപൂരി വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. പ്രവീണേട്ടന് ഇതുവരെ കഴിച്ചാൽ ഏറ്റവും നല്ല പാനിപൂരി എന്നൊക്കെ പറയണം കേട്ടോ. അതായത് നല്ല സുടുസുടാന്നിരിക്കുന്ന നല്ല ആവി പറക്കുന്ന പാനിപൂരി, നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. പതിവില്ലാതെ പ്രവീണേട്ടൻ പാനിപൂരി നല്ലപോലെ ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ. സ്ഥലം വന്നിട്ട് തിരുവനന്തപുരം മരുതൻകുടി ഉദയനൂർ അമ്പലത്തിന്റെ ഗ്രൗണ്ട് ആണ്. ഈ മാസം 28 വരെ ഈ കട ഉണ്ടാവും. കാരണം അത് കഴിഞ്ഞ് ഉത്സവം തീരും കേട്ടോ. അപ്പൊ ബൈ ബൈ, സീ യു.